അനന്തപുരി ആകെ വൈബിലാണ്. തിരുവനന്തപുരത്തിന് ആഘോഷങ്ങളൊഴിഞ്ഞ നേരമില്ലെന്ന് തോന്നും കലോത്സവ നഗരിയിലെത്തിയാൽ. പക്ഷേ ക്ഷീണമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മികവ് കൂടിയാണ് ഈ കലോത്സവം. കാസർഗോഡ് നിന്ന് കന്യാകുമാരിയുടെ തീരത്തെത്തിയ കുട്ടികൾക്ക് പോലും ഈ നഗരം പരിചിതമായിരിക്കുന്നു. കലകളുടെ സംഗമസ്ഥാനമായി 25 വേദികളും മാറുന്നു. പേരുകൾ പോലെ തന്നെ വേദികളിലും കല നിർബാധം ഒഴുകുകയാണ്. ആ ഒഴുക്കിനിടയിൽ കലയ്ക്ക് അതിർത്തി, ഭാഷാ, ദേശഭേദങ്ങളിൽ എന്ന പ്രഖ്യാപനം കൂടിയായി ഈ കലയുടെ സംഗമം മാറുന്നു. എങ്കിലും ആരോഗ്യകരമായ ഒരു മത്സര ബുദ്ധി കൂടി ഇവിടെയുണ്ട്. ഫിനിഷിംഗ് പോയിന്റിലേക്കുള്ള കുതിപ്പിൽ കണ്ണൂർ തന്നെയാണ് മുന്നിൽ. 2ാം സ്ഥാനം ആര് കൈയടക്കുമെന്നതിലാണ് ഇപ്പോൾ കണ്ണുകളെല്ലാം. ഓരോ വേദികളിലും മത്സരാവസാനം തിരശ്ശീല വീഴുമ്പോൾ തൃശ്ശൂരും കോഴിക്കോടും മാറി മാറി 2ാം സ്ഥാനത്തിന് കൈയെത്തി പിടിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ 4ാം ദിനം പുരോഗമിക്കുമ്പോൾ കേരള വിഷന്റെ പവലിയനിലും വേദികളിലും എല്ലാമായി നമ്മുടെ ടീം ഇതേപോലെ ക്ഷീണം ഒട്ടുമില്ലാതെ തന്നെ അവിടെയുണ്ട്. ആദ്യം കാളിദാസനിലേക്ക് പോകാം. കാളിദാസൻ, ആരെല്ലാമാണ് ഇന്നത്തെ പ്രധാന അതിഥികൾ? കാളിദാസൻ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? വേദി 1-ലാണ് ഞാനുള്ളത്. നല്ല വെയിലാണ്. വെയിൽ കാരണം ചൂട് താങ്ങാൻ പറ്റുന്നില്ല. എന്തായാലും മത്സര ചൂട് അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ചൂട് മാത്രം നിൽക്കാനുള്ള ഒരു പാട് മാത്രമേ ഉള്ളൂ. എന്തായാലും അതൊക്കെ സഹിച്ച് നമ്മൾ അങ്ങ് നിൽക്കുവാണ്. കാരണം ആ ആവേശം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് നമ്മൾ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. ചൂടിന് നമ്മൾ കീഴടങ്ങുന്നില്ല. എന്തായാലും ആദ്യം നമുക്കായിട്ട് ഒരു അതിഥിയുണ്ട്. ആദ്യം നമുക്കൊരു ഡാൻസ് ആണ്. അപ്പം ആ ഒരു ഡാൻസിനായിട്ട് ഞാൻ മോളെ ക്ഷണിക്കുകയാണ്. അപ്പം നമുക്കൊരു ഭരതനാട്യമാണ് ഇപ്പം ഉള്ളത്. വരുന്നുണ്ട്. ചിലങ്ക കെട്ടി ആടി പറ. പേര് പറ മോളെ. അശ്വിനി അജയ്. അശ്വിനി അജയ്. ഏത് ജില്ല? തിരുവനന്തപുരം ജില്ല. മത്സരം കഴിഞ്ഞോ? കഴിഞ്ഞു. ആദ്യമായിരുന്നു, സ്റ്റേജിൽ ആദ്യമാണ് കളിച്ചത്. കഴിഞ്ഞു. റിസൾട്ട് വന്നില്ല? ഇല്ല, ഇപ്പൊ നടക്കുന്നതേ ഉള്ളൂ. എ ഗ്രേഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ലോണം കളിക്കാൻ പറ്റിയല്ലോ? കളിക്കാൻ പറ്റി. തിരുവനന്തപുരം ഏതാ സ്കൂൾ ഏതാ? അവർ ലേഡി ഓഫ് മെർസി HSS പുതുക്കുറിച്ചി. അപ്പം നമുക്ക് ആ ഡാൻസ് ഒന്ന് കാണാം അല്ലേ? ഓക്കെ. അടിപൊളി. ഈ ചൂടത്ത് ഈ കളിക്കുമ്പോ ഈ കാല് നിൽക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ എന്റെ തണലിലെങ്ങാനും നിന്നു, കുഴപ്പമില്ല. എന്തായാലും അടിപൊളിയായി മോളെ. അപ്പം എ ഗ്രേഡ് തന്നെ കിട്ടട്ടെ. എ ഗ്രേഡിനുള്ളത് കളിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പിന്നെന്താ. അപ്പൊ തിരുവനന്തപുരത്തിന്റെ ഒരു എ ഗ്രേഡ് ആണ് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും എ ഗ്രേഡ് തന്നെ കിട്ടും. റിസൾട്ട് വരട്ടെ. നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമുക്കൊന്ന് കാണണം. അപ്പൊ തിരുവനന്തപുരത്തിന് ഇപ്പം പോയിന്റ് കയറി വരുന്നുണ്ട്. 9ാം സ്ഥാനത്താണ് തിരുവനന്തപുരം. അപ്പൊ കപ്പടിക്കുവോ? കപ്പെടുക്കും. പത്മനാഭന്റെ പിള്ളേര് കപ്പെടുക്കും അല്ലേ? അപ്പം മോടെ പേരൊന്നും കൂടെ? എന്റെ പേര് അശ്വിനി അജയ്.
അശ്വിനി അജയ്, അതെ. അപ്പം അശ്വിനി അജയുടെ ഡാൻസ് ആണ്, ഭരതനാട്യമാണ് എന്തായാലും കണ്ടത്. എന്തായാലും മോളെ അടിപൊളി കാണാം.